എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മൈ സ്റ്റാറ്റിലേക്ക് സ്വാഗതം. പൂരാടം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഒരു വർഷക്കാലത്തെ, അതായത് ചിങ്ങം 2026 മുതൽ കർക്കിടകം 2027 വരെയുള്ള ഒരു വർഷക്കാലത്തെ ഫലം എങ്ങനെയാണെന്ന് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. പൂരാടം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഒരു വർഷക്കാലത്തെ ഫലം എങ്ങനെയാണ് എന്ന് നോക്കാം. അതായത് ഈ വരുന്ന ചിങ്ങം മുതൽ അടുത്ത കർക്കിടകം വരെയുള്ള ഒരു വർഷക്കാലത്തെ ഫലം. ആദ്യം തന്നെ 4 of Wands, World card, 2 of Pentacles, Tower movement, 6 of Pentacles, 4 of Swords. ആദ്യം തന്നെ 4 of Wands and 6 of Pentacles എനർജി കണക്ഷൻസ് ആണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ നിങ്ങൾ ഏത് തരത്തിൽ ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു ആ രീതിയിലേക്ക് നിങ്ങൾക്ക് ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നുണ്ട്. സാമ്പത്തിക പ്രതിസന്ധികളൊക്കെ മാറുന്നൊരു സമയമാണ് ഈ ഒരു സമയം എന്ന് പറയാം. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യസ്ഥിതിയും കുറച്ച് മെച്ചപ്പെടുന്ന ഒരു സമയം തന്നെയാണ്. മാനസികമായിട്ട് കുറച്ച് തൃപ്തി ഉണ്ടാകുന്നൊരു വർഷം തന്നെയാകും ഈ ഒരു വർഷം എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. സ്വന്തമായിട്ട് വീട്, അതായത് വീടില്ലാത്തവരെ സംബന്ധിച്ച് സ്വന്തമായിട്ടൊരു വീട് വയ്ക്കുന്ന ഒരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. പിന്നെ വിദേശത്തൊക്കെ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം വിദേശത്ത് വീട് വാങ്ങിക്കുകയോ വയ്ക്കുകയോ അതുപോലത്തെ ഒരു സാഹചര്യം നിങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. ആ ഒരു സാഹചര്യം കാരണം സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പോൾ വീട് വച്ചുകൊണ്ടിരിക്കുന്നു, പെട്ടെന്ന് സാമ്പത്തിക പ്രതിസന്ധി കൊണ്ട് വീട് പണി നിർത്തി വെക്കേണ്ടി വരുന്ന സിറ്റുവേഷനൊക്കെ ഉള്ളവരെ സംബന്ധിച്ച് വീട് പണി പുനരാരംഭിക്കുന്ന സമയം. കാരണം സാമ്പത്തിക പ്രതിസന്ധികളൊക്കെ മാറി കിട്ടുന്നൊരു സിറ്റുവേഷൻ എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഓൾറെഡി വീട് പണി കാര്യങ്ങളൊക്കെ, വീട് എന്ന് പറയുന്ന ഒരു സ്വപ്നം അത് സാക്ഷാത്കരിക്കുന്ന സമയമാണ്. അപ്പോൾ വീട് പണി നടന്നുകൊണ്ടിരിക്കുന്നവർ ഈ ഒരു വർഷം വീട് പണി പൂർത്തിയാക്കി കയറി താമസിക്കുന്ന ഒരു വർഷമാണ്. അപ്പോൾ സ്വന്തം വീട്ടിൽ ആദ്യമായിട്ട് താമസിക്കുന്നു എന്നൊരു തൃപ്തി നിരന്ന ഒരു സമയം കൂടിയിട്ടാണ്. സാമ്പത്തികമായിട്ട് പറയുകയാണെങ്കിൽ സാമ്പത്തിക പ്രതിസന്ധികളൊക്കെ മാറിക്കിട്ടുന്ന സമയം എന്ന് പറയാം. അപ്പോൾ അത് എടുത്തു പറയുന്ന കാരണം ഇപ്പോൾ സാമ്പത്തികമായിട്ട് ഒരു ശമ്പള വർധനോ പ്രമോഷനോ കാര്യങ്ങളൊക്കെ ലഭിക്കുന്നു. അതിലുപരി പല വഴികളിലൂടെ ധനം, നിങ്ങൾ സൈഡായിട്ടൊക്കെ എന്തെങ്കിലും ബിസിനസ്സോ കാര്യങ്ങൾ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ആ രീതിയിൽ ചെയ്യുമ്പോൾ സൈഡായിട്ട് എന്തെങ്കിലും ബിസിനസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിലൂടെ ധനലാഭം വരുന്ന ഒരു സമയം സൂചിപ്പിക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ പൊതുവെ ഈ ഒരു വർഷം എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ പണം കയ്യിലേക്ക് വരുന്നു, അത് എന്തെങ്കിലുമൊക്കെ വഴിക്ക് ചിലവായി പോകുന്നു. ഇപ്പോൾ ഹോസ്പിറ്റൽ കേസോ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ചിലവായി പോകുന്നുണ്ട് എങ്കിൽ ഇപ്പോൾ ഇനി അത് അങ്ങനെയല്ല, പൈസ ചിലവാകുന്ന ഒരു സിറ്റുവേഷനല്ല, മറിച്ച് അതായത് ആവശ്യമുള്ള കാര്യങ്ങൾ ചിലവാകുന്നു. ഇതുപോലെയുള്ള കയ്യിൽ വരുന്നതിന് മുമ്പ് തന്നെ എല്ലാം പല വഴികളിലൂടെ ചിലവായി പോകുന്ന സിറ്റുവേഷൻ മാറി വരവ് അതിനനുസരിച്ചിട്ട് വലിയ അനാവശ്യ ചിലവുകളൊന്നും വരാതെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വർഷം നിങ്ങൾക്ക് സേവ് ചെയ്യാനും കുറച്ച് പറ്റുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ളൊരു തൃപ്തി നിങ്ങൾ അനുഭവിക്കുന്നു എന്നുള്ളതാണ്. അതേപോലെ വേൾഡ് കാർഡ് ആൻഡ് ടവർ മൂവ്മെൻ്റ് ആണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം യാത്രകൾ സൂചിപ്പിക്കുന്നൊരു സമയമാണ്. അപ്പോൾ യാത്രകളെന്ന് പറയുമ്പോൾ വിദേശ യാത്രകൾ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പം വിദേശത്തേക്ക് യാത്ര, അതായത് ഒരു വെക്കേഷനായിട്ട് വിദേശത്ത് പോകുന്നവരാവാം. അതല്ല എങ്കിൽ മറ്റ് ജോലി സംബന്ധമായിട്ട് വിദേശത്ത് പോയിട്ട് സെറ്റിൽ ആവുന്ന ഒരു എനർജി ആവാം എന്നുള്ളതും സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പ്രത്യേക ഒരു സ്ഥലം അല്ലെങ്കിൽ ഒരു രാജ്യം നിങ്ങൾക്ക് ഓർമ്മ വെച്ച കാലം മുതൽ നിങ്ങളുടെ മനസ്സിലൊരു സ്വപ്നമായിരുന്നു. ആ ഒരു ഇടത്തേക്ക് എത്തിപ്പെടുന്ന ഒരു സമയമാണ്. ആ ഒരു രാജ്യത്തേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റുന്നു, കാഴ്ചകൾ കാണാൻ പറ്റുന്നു. ഇതൊക്കെ നിങ്ങൾക്ക് ഒത്തിരി തൃപ്തി തരുന്ന ഒരു കാര്യം കൂടിയിട്ടാണെന്നുള്ളതും സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ വിദേശത്ത് മക്കളൊക്കെ ഉള്ളവരാണെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ മക്കൾ വിദേശത്തേക്ക് കൊണ്ടുപോകുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കാം നിങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നത്. പിന്നെ വീട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വീട്ടിലെന്തെങ്കിലും പണി, അറ്റകുറ്റപ്പണികൾ കാര്യങ്ങളൊക്കെ ഉള്ളവരും അറ്റകുറ്റപ്പണികൾ അതുപോലുള്ള കാര്യങ്ങളൊക്കെ വീട്ടിൽ ചെയ്യേണ്ടുന്ന സാഹചര്യം നിങ്ങളിങ്ങനെ നീട്ടി വയ്ക്കുന്നുണ്ട് എങ്കിൽ
ഈ ഒരു ഇതെന്ന് പറഞ്ഞാൽ നിങ്ങൾ കാര്യങ്ങൾ നിങ്ങളുടെ ഇതിനനുസരിച്ചിട്ട് നീട്ടി വയ്ക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. കാര്യങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാം. അല്ലാത്ത പക്ഷം അതിങ്ങനെ നീട്ടി വെച്ചാൽ നിങ്ങൾക്കൊന്നും ജീവിതത്തിൽ മുന്നോട്ടേക്ക് പോകാൻ പറ്റില്ല എന്നുള്ളതാണ്. മാറ്റി വയ്ക്കേണ്ടത് പല കാര്യങ്ങളും നിങ്ങൾ മാറ്റി വയ്ക്കാതെ അല്ലെങ്കിൽ ചെയ്യേണ്ടുന്ന സമയത്ത് തന്നെ ചെയ്യുക, ഇല്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ വരും. അതായത് വലിയ രീതിയിലേക്കൊക്കെ പണി വരാം എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതൊന്ന്. പിന്നെ ജോലി സംബന്ധമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ പറയുകയാണെങ്കിൽ, ജോലിയിൽ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ചില ആളുകൾ, കൊളീഗ്സ്, അവരുമായിട്ട് നല്ല രീതിയിൽ പല കാര്യങ്ങൾ സംസാരിക്കുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്നതിൽ നിങ്ങൾ എല്ലാവരെയും കണ്ണടച്ച് വിശ്വസിക്കാതിരിക്കുക എന്നുള്ളതാണ്. ഇതിപ്പോൾ കൂടെ വർക്ക് ചെയ്യുന്നവരായിക്കോട്ടെ മറ്റാരെങ്കിലും ആയിക്കോട്ടെ, നിങ്ങളെല്ലാവരെയും കണ്ണടച്ച് വിശ്വസിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ അത് വിശ്വസിക്കാതിരിക്കുക, കൂടെ നിൽക്കുന്നവരാരായാലും. അപ്പോൾ എല്ലാവരോടും എല്ലാം തുറന്ന് പറയുന്നത് മാറ്റിവെക്കുക എന്നുള്ളതാണ്. നെക്സ്റ്റ്, ദ വേൾഡ് കാർഡ് ആൻഡ് 4 of Swords എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു നിങ്ങളുടെ ചിന്താഗതി അത് പല മാറ്റങ്ങൾ വരുത്തുന്ന ഒരു സമയമാണ്. പിന്നെ പ്രായമായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ചില അനാവശ്യമായിട്ടുള്ള ചിന്തകൾ അല്ലെങ്കിൽ ചില ഡിസപ്പോയിൻമെൻറ്റ്സ് ഒക്കെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ്. കാരണം ഈ ഒരു സമയം വീട്ടമ്മമാരായിക്കോട്ടെ പ്രായമായിട്ടുള്ള ആളുകൾ, അതായത് കൂടുതൽ സമയം വീട്ടിൽ ചിലവഴിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒരു വേണ്ടുന്ന റെസ്റ്റ് എടുക്കുക. ആവശ്യത്തിൽ കവിഞ്ഞ് പണിയെടുക്കുന്ന ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കാം. കാരണം നിങ്ങൾ ആവശ്യത്തിൽ കവിഞ്ഞ് പണിയെടുക്കുന്ന നിങ്ങളുടെ ആരോഗ്യത്തെ ബാധിക്കാതിരിക്കുക. റെസ്റ്റ് ആവശ്യമാണ്, ബേൺഡ് ഔട്ട് വരുത്താതിരിക്കുക എന്നുള്ളത്. കാരണം നമ്മൾ പണി ആവശ്യത്തിൽ ഏതൊരു മനുഷ്യനായാലും മെഷീനായാലും അതിൻ്റെ ആ ഒരു സമയം, ഒരു കാലം അളവുണ്ട്. അതിനനുസരിച്ചിട്ട് പണി എടുത്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ അത് വിയർ ആൻഡ് ടയർ ഉണ്ടാകുന്ന ഒരു സമയമാണ്. അപ്പോൾ അതിന് വേണ്ടുന്ന റെസ്റ്റും കാര്യങ്ങളും കൊടുക്കുക എന്ന് പറയുന്ന പോലെ മനുഷ്യൻ്റെ കാര്യത്തിലും അതൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ സ്വന്തം കാര്യം കൂടി ശ്രദ്ധിക്കുക. സെൽഫ് ലവ് വളരെ പ്രധാനമുള്ള കാര്യമാണ്. പലരും ചെയ്യാത്ത കാര്യമാണ് മറ്റുള്ളവർക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി ഒക്കെ ജീവിക്കുന്ന ഒരു സിറ്റുവേഷൻ. അപ്പോൾ ആ ഒരു സമയം ഒന്ന് സ്ലോ ഡൗൺ ചെയ്യേണ്ടുന്നൊരു സമയമാണിപ്പോൾ. അതായത് എപ്പോഴും ഓടിയിരുന്ന് പണിയെടുക്കണം, അല്ലെങ്കിൽ അങ്ങനെ ചെയ്തില്ലെങ്കിൽ എന്തൊരു കുറ്റബോധം പോലെയാണ് ചില ആൾക്ക്. റെസ്റ്റ് എടുക്കേണ്ട സമയത്ത് റെസ്റ്റ് എടുക്കുക എന്നുള്ളത് കൂടിയിട്ടാണ് ഇവിടെ സൂചിപ്പിക്കുന്ന ആ ഒരു എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. അതേപോലെ തന്നെ 2 of Pentacles ആൻഡ് 6 of Pentacles എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ എന്തൊക്കെയോ ചില കാര്യങ്ങൾ ചിന്തിക്കുന്നുണ്ട്. അതായത് നിങ്ങളെന്ന് പറയുന്ന വ്യക്തി നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് സാമ്പത്തിക കാര്യത്തെക്കുറിച്ചിട്ട് പ്രത്യേകിച്ച് അതായത് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്കൊന്നുമില്ല, അല്ലെങ്കിൽ നിങ്ങളെക്കൊണ്ട് ഇനി സമ്പാദിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ അങ്ങനത്തെയൊക്കെ ഒത്തിരി ചിന്തകളുണ്ട്, അനാവശ്യമായിട്ടുള്ള ചിന്തകൾ. ആ ചിന്തകളൊക്കെ ഒഴിവാക്കുക എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നെഗറ്റീവ് ഫീലിങ്സ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം മൈൻഡിൽ നിൽക്കുന്ന ഒരു സാഹചര്യം സാമ്പത്തിക കാര്യത്തെക്കുറിച്ചിട്ടുള്ളത് മാറ്റുക. നിങ്ങൾക്ക് ഒത്തിരി പോസിറ്റിവിറ്റി കൊണ്ടുവരുന്ന കാര്യമാണ്. പിന്നെ പറയാനുള്ള വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസ കാര്യങ്ങളിൽ ഇപ്പോൾ നിങ്ങൾ വിദേശത്ത് പോയിട്ട് പഠിക്കുന്നതോ അല്ലെങ്കിൽ മറ്റ് അതുപോലുള്ള വിദ്യാഭ്യാസ കാര്യത്തിന് പണം ചിലവാക്കുന്നതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പറയുമ്പോൾ നിങ്ങൾ എവിടെ പുറത്തൊക്കെ പോയി പഠിക്കുന്നതിൽ തെറ്റല്ല, പക്ഷെ നിങ്ങൾ പോയി പഠിക്കുന്ന ഒരു ഇതുണ്ട് എങ്കിൽ അത് പ്രോപ്പറായിട്ടുള്ള ഏജൻസിയാണ്, അല്ലെങ്കിൽ ഇന്നൊരു രാജ്യത്താണെങ്കിൽ ആ രാജ്യത്തുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒത്തിരി പരസ്യങ്ങൾ, ഇപ്പോൾ പല കമ്പനീസ് ഇന്ന രാജ്യം പറയും, ഇപ്പോൾ പല രാജ്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ചില രാജ്യങ്ങളെക്കുറിച്ചിട്ടൊക്കെ പറയുമ്പോൾ അവിടെ നല്ല വിദ്യാഭ്യാസമായിരിക്കാം, പക്ഷെ അതിനുശേഷം ജോലി കിട്ടുന്നുണ്ടോ എന്നുള്ളത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് നല്ലതായിരിക്കും. അപ്പോൾ അതൊന്ന്. പിന്നെ വിദ്യാഭ്യാസപരമായിട്ട് സ്കോളർഷിപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നല്ലൊരു വിദേശത്ത് പോയിട്ട് പഠിക്കാനുള്ള സാധ്യത നൽകുന്ന കാര്യമാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ കോമ്പറ്റേറ്റീവ് എക്സാംസ് അതുപോലുള്ള കാര്യങ്ങൾക്കൊക്കെ സാധ്യത നിറഞ്ഞു നിൽക്കുന്ന സമയമാണ് IELTS അതേപോലെയൊക്കെ. പിന്നെ കോമ്പറ്റേറ്റീവ് എക്സാംസ് കൂടാതെ IELTS ഇംഗ്ലീഷ് സ്പീക്കിംഗ് അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പിന്നെ ഇപ്പോൾ നിങ്ങൾ നിൽക്കുന്ന സ്ഥലം അല്ലെങ്കിൽ നിങ്ങൾ എവിടെയാണോ ഉള്ളത് അവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറാനുള്ളൊരു ചാൻസ് അല്ലെങ്കിൽ അതിന് സാധ്യത ഏറി നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഇവിടെ എവിടെയാണോ ഉള്ളത് അവിടെ നിന്ന് മറ്റൊരിടത്തേക്ക് മാറുന്നൊരു സിറ്റുവേഷൻ വരുന്നുണ്ട്. അപ്പോൾ അതൊരു നെഗറ്റീവ് ഫീലോട് എടുക്കാതിരിക്കുക.
നമ്മൾ ലൈഫിൽ ഉയർച്ചയാണ്, ഗ്രോത്താണ്. അപ്പോൾ എവിടെയാണോ അതിൽ നിന്ന് ഉയരത്തിലേക്കാണ് പോകുന്നത് എന്നുള്ളത് മാത്രം മനസ്സിലാക്കുക, പോസിറ്റീവായിട്ട് അതിനെ കാണുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.